ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. വസുദേവർ കംസനോട് തൻ്റെ ഭാര്യയെ കിട്ടാൻ വേണ്ടി യാചിക്കുന്നു. അതിൽ ചില ഉപദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ദേഹേ പഞ്ചോത്തമാപന്നേ ദേഹി കർമാനുഗോവശ ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജ്യതേ ബഭുഹു. പറയാണ്, ദേഹേ ദേഹം, പഞ്ചത്വം മരണത്തെ, ആപന്നെ പ്രാപിച്ചിരിക്കും. ഈ ശരീരം മരണത്തെ പ്രാപിക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. പ്രാപിച്ചിരിക്കുമെന്നുള്ള ആ വിഷയത്തിൽ കർമ്മത്തെ അനുസരിച്ച് പോകുന്നവനും അവശ്യ സ്വാതന്ത്ര്യമില്ലാത്തവനുമായ ദേഹി ജീവൻ ദേഹാന്തരം അന്യശരീരത്തെ അനുപ്രാപ്യ പ്രാപിച്ചിട്ട് പ്രാക്തനം മുമ്പുള്ളതായ ബഭൂദേഹത്തെ ത്യജതേ വെടിയുന്നു. അപ്പോൾ ഈ ദേഹം നശിച്ചു പോയാൽ ഇനി ഒരു ദേഹം കിട്ടുകയില്ലെങ്കിൽ, പക്ഷേ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും കിട്ടുകയില്ലെങ്കിൽ നമ്മൾ വ്യസനിക്കുന്നതിനകത്ത് അർത്ഥമുണ്ട്. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർമാനുസാരിയാണ് ജീവനെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ജന്മം കിട്ടിയിരിക്കും. അതുകൊണ്ട് നമ്മളൊരു കാര്യം വ്യക്തമായി ധരിച്ചിരിക്കണം. എന്താ? ദേഹം മരണത്തെ പ്രാപിച്ചിരിക്കും എന്നുള്ള കാര്യം. കർമാനുസാരിയായിട്ട് ജീവൻ അടുത്ത ജന്മം എടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജന്മത്തെ കർമ്മം അവസാനിക്കുമ്പോൾ ഇവിടെ മരണത്വത്തെ പ്രാപിച്ചിരിക്കും. കർമ്മത്തെ അനുസരിച്ച് പോകുന്നവനാണ് ആര്? ജീവൻ എന്ന് പറയുന്നത്. ജീവൻ കർമാനുഗതസാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ജന്മത്ത് എന്തെല്ലാം സദ്ഫലങ്ങളാണോ നീ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ഈ ജന്മത്ത് നിനക്ക് മരണം വന്നാൽ അടുത്ത ജന്മം ലഭിച്ചിരിക്കും. അന്യശരീരത്തെ പ്രാപിച്ചിട്ട് മുമ്പുള്ളതായ ശരീരത്തെ നീ വിടുന്നു. ഈ ജീവൻ എങ്ങനെയാണ്? അന്യശരീരത്തെ പ്രാപിച്ചിട്ട് മുമ്പുള്ളതായ ശരീരത്തെ ഇവിടുന്ന് ഈ ദേഹത്തിൽ നിന്ന് വിട്ടുകളയുന്നു. വ്രജം തിഷ്ടൻ പതൈകേന യഥൈവേഗേന ഗച്ഛതി യഥാ തൃണുജളൂഗൈവ ദേഹി കർമ്മഗതിം ഗത. അതിന് ഉദാഹരണം പറയുകയാണ് ഇവിടെ. എങ്ങനെയാ? വ്രജൻ സഞ്ചരിക്കുന്നവൻ, ഏകേന പദ ഒരു കാൽ കൊണ്ട്, തിഷ്ടൻ നിൽക്കുന്നവനായിട്ട്, ഏകേന മറ്റേ കാൽ കൊണ്ട്, ഗച്ഛതിയത സഞ്ചരിക്കുന്നത് പോലെയും. നമ്മളൊക്കെ നടക്കുമ്പോൾ ഒരു കാല് ഇടത് കാല് നിലത്ത് നല്ലോണം ഉറപ്പിച്ചിട്ട് വലത് കാല് മുന്നോട്ട് വയ്ക്കും. പിന്നെ വലത് കാലിൽ ഉറപ്പിച്ചിട്ട് ഇടത് കാല്. നടക്കുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇടത് കാല് ഉറപ്പിച്ച് വലത് കാല് മുന്നോട്ട് വയ്ക്കുന്നു, വലത് കാല് ഉറപ്പിച്ച് ഇടത് കാല് മുന്നോട്ട് വയ്ക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പദങ്ങൾ ചലിക്കുന്നത്. ഒന്ന് ഉറപ്പിച്ചെങ്കിൽ മാത്രമേ മറ്റേ കാല് നമ്മൾ എടുക്കുകയുള്ളൂ. മനസ്സിലായോ? ഒരിടത്ത് ഉറപ്പിക്കണം, എന്നിട്ട് മറ്റേ കാല് നമ്മൾ എടുക്കുന്നു. ഇതുപോലെയും തൃണജളൂക പുല്ലിൽ സഞ്ചരിക്കുന്ന പുഴുവിനെ പോലെയും കർമ്മഗതിയെ ഗതഹ പ്രാപിച്ചിരിക്കുന്നു ദേഹി ജീവൻ. പുഴു എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? പുഴു സഞ്ചരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് ഒരു പുല്ലിൽ ഇരിക്കുമ്പം അടുത്ത ഒരിടത്തേക്ക് തൻ്റെ പകുതി ശരീരത്തെ ഉറപ്പിക്കും. ഇപ്പോൾ പഴയ പുല്ലിൽ പകുതി ശരീരം ഇരിക്കുകയാണ്, അതിൻ്റെ നടു ഇങ്ങനെ വളഞ്ഞിരിക്കും പുഴുവിൻ്റെ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പകുതി ശരീരം പുതിയ പുല്ലിൽ വെച്ചിട്ട് ഉറപ്പുണ്ടോ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റേ പകുതി ശരീരം പഴയ പുല്ലിൽ നിന്ന് എടുക്കും. അങ്ങനെയാണ് പുഴു ഇതുപോലെയാണ് ജീവൻ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് അത് അവസാനിക്കുമ്പോൾ അടുത്ത ശരീരം കിട്ടിയതിന് ശേഷം മാത്രമേ അത് ഉപേക്ഷിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ദേഹത്തെ ഉപേക്ഷിക്കുന്നതും മറ്റൊന്നിനെ സ്വീകരിക്കുന്നതും ഒട്ടും താമസിച്ചിട്ടല്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒരേ കാലത്തിൽ തന്നെയാണിത് നടക്കുന്നതെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ വ്യക്തമാക്കി തരുന്നത്. ഇത് വ്യക്തമാക്കി തന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇതിന് വിചാരം ചെയ്യണം. മരിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഭീരുവായിട്ട് മരണഭയത്തെ ചിന്തിച്ചുകൊണ്ട് നടക്കരുത്. ഭീരുത്വമില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേന അഭിനിവിഷ്ടചേതന ദൃഷ്ടശ്രുതാപ്യാം മനസാനുചിന്തയൻ പ്രപദ്യതേ തത് കിമവി ഹ്യപസ്മൃതി. മനോരഥേന, മനോരഥത്താൽ. മനോരഥം എന്ന് പറയുന്നത് അഭിലാഷം എന്നുള്ള അർത്ഥമാണ് നമ്മുടെ മലയാളത്തിൽ. അപ്പോൾ
മനോരഥത്താൽ അഭിലാഷത്താൽ അഭിനിവിഷ്ടചേതന അഭിനിവേശിക്കപ്പെട്ട ചേതസ്സോടു കൂടിയവൻ. അഭിനിവിഷ്ടം എന്ന് പറഞ്ഞാൽ അഭിനിവേശത്തോട് കൂടിയത്. ഇനി അഭിനിവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യസാധ്യത്തിനുള്ള താല്പര്യം എന്ന് വേണമെങ്കിൽ സംസ്കൃതത്തിൽ അതിന് അർത്ഥം പറയാം. അപ്പം കാര്യസാധ്യത്തിനുള്ള താല്പര്യം, അതാണ് അഭിനിവേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു അഭിനിവേശിക്കപ്പെട്ട കാര്യസാധ്യത്തിനുള്ള താല്പര്യത്തോടു കൂടിയ ചേതസ്സോടു കൂടിയവൻ ഈദൃശം ഈ മാതിരിയുള്ള ദേഹത്തെ സ്വപ്നത്തിൽ എപ്രകാരം പശ്യതി കാണുന്നു, ദൃഷ്ടശ്രുതാഭ്യം കാണപ്പെട്ടതിലും കേൾക്കപ്പെട്ടതിലും കൂടി മനസ്സുകൊണ്ട് അനുചിന്തയൻ എന്ന് പറഞ്ഞാൽ തുടർന്ന് ചിന്തിക്കുന്നവൻ, പിന്നെയും നിരന്തരം ചിന്തിക്കുന്നവൻ, കിമവി എന്തോ കാരണത്താൽ അപസ്മൃതി പൂർവസ്മരണയില്ലാത്തവനായി അതായിട്ട് പ്രപദ്യതയെ പ്രാപിക്കുന്നു. ഇവിടെ പറയാണ്, ഏതെങ്കിലും ശരീരത്തിലേക്ക് മരിക്കപ്പെട്ട ഒരു ജീവൻ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുൻ ശരീരത്ത് ചെയ്ത കർമ്മങ്ങളെക്കുറിച്ചോ മുൻ ശരീരത്തെക്കുറിച്ചോ മുൻ ശരീരത്തിൻ്റെ ബന്ധുമിത്രാദികളെക്കുറിച്ചോ ചിന്തിക്കുന്നതേയില്ല. പിന്നെയോ പൂർവ്വസ്മരണ ഇല്ലാത്തവനായിട്ട് തന്നെ തീരുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. പൂർവ്വസ്മരണയേ അവിടെ ഉണ്ടാകുന്നില്ല. അപ്പം പിന്നെ എന്തിനാണ് ഇത്ര ഭയക്കേണ്ടത്? ഇവിടെ വെച്ചുള്ള കർമ്മങ്ങൾ അത്രയും അവസാനിച്ചു, അടുത്ത ജന്മം നമ്മൾ എടുക്കുന്നു. അപ്പം മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മം എടുക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. അത് കാലം ഒന്നും കൂടാതെ അധികം കാലവിളംബമില്ലാതെ തന്നെ നമ്മളത് കൈവരിച്ചിരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കി തരുന്നു ഭാഗവതം. അപ്പം മരണഭയം എല്ലാവരും എടുത്ത് ദൂരത്ത് കളയുക എന്ന ആശയം മനസ്സിലുറപ്പിക്കുക. നമസ്കാരം.